ഹാപ്പി ബർത്ത്ഡേ ടു ഞാൻ ഓർമ്മയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇന്നെൻ്റെ കെട്ടിയോൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആ പിറന്നാൾ ഞാൻ അതായത് ഞാൻ ഓർമ്മയില്ല എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ്. അല്ലെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ 12 മണി കൃത്യത്തിന് കൊണ്ടുപോയിട്ട് വീഡിയോ സ്റ്റാറ്റസും എല്ലാം ഇടും, വിഷ് ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇന്ന് രാവിലെ കാണാൻ എനിക്ക് ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അയ്യേ അതൊരു ഭംഗിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞു. അപ്പോൾ ഇച്ചിരി ഞാൻ കുറച്ച് ഹേർട്ട് ചെയ്ത്. അപ്പോൾ പുള്ളിക്കാരന് നല്ല വിഷമമായിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ അറിയാത്ത രീതിയിൽ തന്നെ എന്നോട് മറന്നുപോയി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ സൈറ്റ് എവിടെയാ പണി എടുക്കുന്നതെന്നെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കോൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗിഫ്റ്റും വാങ്ങിയിട്ട് നേരെ പോകും ഏട്ടൻ്റെ അടുത്തേക്ക്. കേട്ടോ, ഏട്ടൻ അന്താളിച്ച് നിൽക്കുമോ കരയൽ ചിലപ്പോൾ ഞാനായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഇനി എന്തായിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഞാൻ പോകുന്ന വഴിക്കെല്ലാം വീഡിയോ എടുക്കാം. അപ്പോൾ കാണാം കേട്ടോ. സമയം തീരെ ഇല്ല കേട്ടോ. നമുക്കിന്ന് ഇല്ല പോന്നാ അല്ല ഇല്ല ഉണ്ട് ആടി ആളുണ്ട് ഇല്ല അല്ല പിന്നെ എല്ലാത്തിനും ഒരു സർപ്രൈസ് ആയിരിക്കണം. അപ്പൊ ഗൈസ് നമ്മള് ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറുന്ന കേട്ടോ. എന്താ ഷോപ്പ്? കതിരൂർ ആശ. ഗൈസ് ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലത്തെ സാധനം ഇവിടെ ഇല്ല. നമുക്ക് അടുത്ത ഷോപ്പിൽ നോക്കാം. അങ്ങനെ നമുക്ക് എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. നമുക്ക് പേപ്പർ ഷോട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് വാ. അങ്ങനെ കേക്കിനെ ഞാൻ ആണാണോ പെണ്ണാണോ നോക്കുന്നത് കേട്ടോ. ഇതിൽ ഏത് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഏട്ടൻ അങ്ങനെ പ്രിയപ്പെട്ടതൊന്നുമല്ല കേക്കൊന്നും. അങ്ങനെ നമ്മൾ ചെറിയൊരു കേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കേക്കായി, ഡ്രസ്സായി, പേപ്പർ ഷോട്ടായി. ഇനി നമുക്ക് ബസ്സിൽ കയറണം. ഇനി എനിക്ക് വേണം അവിടുന്ന് അബൂനെ വിളിക്കാം കേട്ടോ. ഈ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കില്ല. അടുത്തുനിന്ന് പോകാം. എന്താ ഗൈസ്, ഒപ്പാട്ടം പണിയെടുക്കുന്ന വീട് ഇവിടെ ചോനാടാണ്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തോ ചോനാടാണെങ്കിലും നമ്മളിപ്പോ തലശ്ശേരി പോയി നല്ല ബോധമുള്ള ആൾക്കാരായത് കൊണ്ട് നമ്മള് അവിടെ തന്നെ ഇരുന്ന് ഏതോ ചേച്ചി കേടുന്ന കയറണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങി. അല്ലെ നമ്മള് തലശ്ശേരി പോയി ഇറങ്ങും. ഇനി അബൂനെ കാത്തേക്കണ്ടേ ഗൈസ്? നമ്മളുടെ വഴിയൊന്നും അറിയില്ല. എന്താ നമ്മളൊരു ഊഹാപോഹം വെച്ചിട്ട് അങ്ങ് നടക്കുന്നുണ്ട്. കാരണം അബൂനെ കാത്തു വെക്കാൻ നമുക്കിന്ന് സമയമില്ല. കാരണം ഒരു വർക്കുണ്ട്, പോയിട്ട് ചെയ്തു തീർക്കാൻ ഒരു വർക്കുണ്ട്. അതുകൊണ്ട് ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് നടക്കുന്നുണ്ട്. ഒരു ഗ്രൗണ്ടിന്റെ അടുത്താണ് വീട് എന്ന് പറയുന്നുണ്ട്. പോകാം. അപ്പൊ ഗൈസ് നമുക്ക് ചോദിച്ചു പോകാം. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. വയറ്റുന്നൊരു വല്ലാത്ത നിമിഷം. വീട്ടിൽ പോയി ഞാൻ ഹാപ്പി ബർത്ത്ഡേ വാങ്ങാം. ഇതിഹാസം இதுதானா இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா Happy birthday to ഞാൻ ഓർമ്മയില്ല. വീഡിയോ
അപ്പോൾ അഴകഴകാ നമ്മളെ വീഡിയോ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. എന്റെ ഏട്ടൻ ഗംഭീര കരച്ചിലേനു. അപ്പൊ പിന്നെ എനക്കെന്തോ ഭയങ്കര വിഷമം. ആരൊക്കെ കരഞ്ഞ് ഫസ്റ്റ് തുടക്കമിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് നാന്നല്ലോ. അതുകൊണ്ട് ഞാൻ തുടക്കമായിട്ട് അതിന്റെ കൂടെ കോറസ് പോലെ ഏട്ടനും അങ്ങോട്ട് പാടി. അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ മറ്റേ ഇതേത് റോഡേനു ബൈപ്പാസിൽ വന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചേട്ടോ. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, മുടി വെട്ടാൻ പോയതാ, ഹെയർ കട്ടിന് പോയതാ. അതിന്റെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏട്ടനെ പറ്റിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെന്താ ചെയ്യണ്ടേ പറ. പിന്നെ ഷെയർ ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, എല്ലാം ചെയ്യാം. ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കോ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.